തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവിശ്വാസത്തിലൂടെ പുറത്ത്. RSP അംഗമായ S. ഷാനവാസ് ആണ് പുറത്തായത്. LDFും കോൺഗ്രസ് വിമതരും സ്വതന്ത്രനും ചേർന്നാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. കോൺഗ്രസ് വിമതരുടെയും സ്വതന്ത്രന്റെയും സഹായത്തോടെ തേവലക്കര പഞ്ചായത്തിലെ UDF വൈസ് പ്രസിഡന്റിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ RSP പ്രതിനിധിയായ S. ഷാനവാസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. 9 LDF അംഗങ്ങളും 3 കോൺഗ്രസ് വിമതരും ഒരു സ്വതന്ത്രനും ചേർന്നാണ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരുന്നത്. ഇവരെല്ലാം പ്രമേയത്തെ പിന്തുണച്ചു. 23 അംഗ ഭരണസമിതിയിലെ UDF അംഗങ്ങളിൽ ഒരാൾ മാത്രമേ എത്തിയിരുന്നുള്ളൂ. RSP പ്രതിനിധി പ്രദീപ് കുമാർ യോഗത്തിനെത്തിയെങ്കിലും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDF ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ നിലവിലെ പ്രസിഡന്റ് S. സിന്ധുവിനെതിരെ UDF അംഗങ്ങൾ തന്നെ നേരത്തെ അവിശ്വാസം കൊണ്ടുവന്നിരുന്നു. മുന്നണി ധാരണ പ്രകാരം അവസാന 1 വർഷം പ്രസിഡന്റ് സ്ഥാനം RSPക്ക് കൈമാറേണ്ടതായിരുന്നു. സിന്ധു രാജിവെക്കാത്തതിനെ തുടർന്നാണ് UDF സ്വന്തം പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. അന്ന് CPI പ്രതിനിധിയുടെ പിന്തുണയോടെ അവിശ്വാസം വിജയിക്കുകയും സിന്ധുവിന് പ്രസിഡന്റ് പദവി നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 2 വിമത കോൺഗ്രസ് അംഗങ്ങൾ, സ്വതന്ത്രൻ, LDF അംഗങ്ങൾ എന്നിവരുടെ പിന്തുണയോടെ സിന്ധു വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയായിരുന്നു. സിന്ധുവിനെയും ഇവർക്കൊപ്പം നിന്ന് 2 കോൺഗ്രസ് പ്രതിനിധികളെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പഞ്ചായത്തിൽ അവസാന 1 വർഷം പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന RSPക്ക് അവിശ്വാസത്തിലൂടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.